ഇനി ഈ ബിസിനസ്മാനെ ന്യായീകരിക്കാൻ മുശാവറാംഗത്തിൻ്റെ ഒരു പണി അതുണ്ടായി. ബിസിനസ്മാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ഇവിടെ ഏകാംഗ മശായിഖിൻ്റെ കാലൊക്കെ കഴിഞ്ഞു പോയി, ഇനി ഞങ്ങളുടെ ശൂറയാണ്. അപ്പോൾ ബൽക്ക് എന്ത് തെളിയിക്കണം? അള്ളാന്റെ റസൂലിനെ സുന്നത്തിനെ ഇവിടെ ജീവിപ്പിക്കുന്നത് ആലിമാണ് എന്ന് വരുത്തി തീർക്കണം. ഏത് ആലിം? ബല ആലിം. യഥാർത്ഥ ആലിം ഇ കെ ഉസ്താദിനെ പോലെയുള്ളവരുണ്ട്, അത് വേറെ, ഞാൻ പിന്നീട് പറയാം. അതിന് ഇവർക്ക് തെളിവുണ്ടാക്കണം. അങ്ങനെ ഈ മുശാവറാംഗം മഹാനരായ സുഹ്റവർദി ഇമാമിന്റെ അവാരിഫുൽ മആരിഫ് ഈ കിതാബ് എടുത്തു. ഒന്ന് ജസ്റ്റ് ഇയാളൊന്ന് വന്നു പോയിക്കോട്ടെ, ബിസിനസ്മാൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇൽമ് പഠനമാണ് ഏറ്റവും വലിയ അമല്, ഇൽമ് പ്രചരണമാണ്, പിന്നെ സോഷ്യൽ വർക്കാണ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ഉലമാന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീഖത്തിൽ നിന്ന് പുറത്താണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം, അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം. ആ ലീഡർഷിപ്പ് ഏകാംഗ മശായിഖന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല, പിന്നെ ഷൂറയാ. അപ്പൊ ഷൂറയിലൂടെ, ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത്, സമസ്തയാണ്. ഷൂറ എന്ന് പറഞ്ഞാൽ ബലകള. ഈ ഷൂറ എന്ന് പറയുന്നത് ഈ ബിസിനസ്മാനും ഈ കുറ്റ്യാടിക്കാരനും ഈ പൊന്മളക്കാരനും ബലെല്ലാവരും കൂടിയ ഷൂറ. ഇത് സുലൈമാൻ മൗലവിയെ മാറ്റിയേക്ക്, വേണമെങ്കിൽ എ പി എല്ലാവരും മാറ്റി നിർത്തേ. മൂപ്പര് പാവം ഹബസിലാണ്, പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യാൻ വയ്യ, അവിടെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് മൂപ്പരെ അടങ്ങാറാക്കുമ്പോൾ നമ്മളത് പറയണത്. അപ്പോൾ ഏതായാലും മൂപ്പരിലോർത്ത് വലുണ്ടാണോ അത് നേരത്തെ പറഞ്ഞല്ലോ. ഇവർക്കിപ്പോൾ എന്ത് വരണം? സൂഫിയാക്കളുടെ പുറമെ ഇവരുടെ ആലിമീങ്ങളും ഇവിടെ സുന്നത്തിനെ ഹയാത്താക്കുന്ന വാരിസാണ് എന്ന് വരുത്തണം. അതിനിപ്പോൾ അള്ളാനെ അറിഞ്ഞ ആളാകാൻ നോക്കുകയാണ് ആദ്യം. ഇയാൾ പറയുന്നുണ്ട് അള്ളാനെ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ മനസ്സിലാക്കിയത്? ശറഹുല്ലക്ക ഇതൊക്കെ നന്നായി ഓതി പഠിച്ച ആളാണ്. അജ്ഞനം എന്നത് ഞാനറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. പറയട്ടെ ആള്. ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാദിനാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഫദ്ലുൽ ആലിമി ആരാ? ആലിം. ഏതാലിമ്? അജ്നാസ് പഠിച്ച ആലിമ? അള്ളാനെ പറ്റി അറിഞ്ഞ ആള്. ഷറായിലൊക്കെ ഇതൊക്കെ മട്ടത്തിൽ ഓതി അള്ളാൻ അങ്ങോട്ട് നല്ല അങ്ങോട്ട് തഹക്കീക്കാക്കി അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല എന്തുണ്ട്. ഇതൊന്നും ലോകർ കേൾക്കുന്ന രൂപത്തിൽ പറയല്ലേ ചങ്ങായിമാരെ. അള്ളാനെ അറിയാന്ന് പറഞ്ഞാൽ ഷറഉല്ലഖായിദിൽ അള്ളാന്റെ 20 സിഫത്ത് പഠിക്കുക. അപ്പൊ ഒരു വഹാബി ഷറഉല്ലഖായിദ് തഹക്കീക്ക് ചെയ്ത് ഓതിയാലോ? ആരിഫ് ബില്ല. ഇപ്പൊ ഇവിടെ ഇപ്പൊ ആരിഫ് ബില്ലനെ കൊണ്ട് തടഞ്ഞിട്ട് നടക്കാനില്ലല്ലോ ഇപ്പോൾ. കാരണം മർക്കസ് തന്നെ ഒരു കൊല്ലം ഇറങ്ങണത്ര ഒക്കെ അൽ ആരിഫ് ബില്ലാ അസ്സഖാഫി എങ്ങനെ ഉണ്ടാവും? പൊട്ടത്തരം പറയാ, അതിങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ? പണ്ട് തൊരുസ പറയണ്ടല്ലോ, തോട്ടുന്ന് അയില കിട്ടിയാറിന പിന്നെയും വിഷയം പൊരിച്ച അയില കിട്ടി എന്ന് പറയാൻ പാടുണ്ടോ? ശറഉല്ലഖായിദ് ഓതിയോനൊക്കെ ആരിഫ് ബില്ലേ. എന്താ ആരിഫ് ബില്ലേ? എന്താ മഅരിഫത്ത്? മഅരിഫത്ത് പറഞ്ഞ സംഗതി കിട്ടണമെങ്കിൽ ഇൽഹാമ് വരണ്ടേ, ഹൃദയം റബ്ബുമായി കണക്ട് ചെയ്യണ്ടേ. ഫുആദി ഇൻദ മഹ്ബൂബി മുഖീമു യുനാജീഹി വഇൻദകുമു ലിസാനി. എൻ്റെ ഹൃദയം റബ്ബുമായി കണക്ട് ചെയ്യപ്പെട്ടതാ. എല്ലാ സമയത്തും റബ്ബിനോട് മുനാജാത്തിലാണ്. ഗൗസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി. എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. അങ്ങനെ ഓതിപ്പടിച്ച് കിട്ടണ ഇൽമല്ലത്, പിന്നെയോ അത് റബ്ബുമായുള്ള കണക്ഷനാ. അത് ശറഉല്ലഖായിദിയും അതിൻ്റെ ഹാഷ്യങ്ങൾ 10,000 കോടി ഓതിയാലും കിട്ടും. അതൊക്കെ ഞങ്ങൾക്ക് പണ്ട് ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിലും ഇത് ഓതി തീർന്നാൽ കിട്ടുമോ കൂട്ടുകാരൻ? ഞാൻ പോയാൽ പണ്ടേ പറഞ്ഞു കൊടുത്തിന് പേർക്ക് ഒരാൾക്കൊരു കുട്ടി ഉണ്ടാകണം, അതിന് നിക്കാഹിൻ്റെ ബാബ് ഇങ്ങനെ ഓതി കുത്തറിഞ്ഞിട്ട് കാര്യമല്ല, അതിന് കല്യാണം കഴിച്ച് അതിലേക്ക് ഇറങ്ങണം. അത് വേറൊരു ഭാഗം. ഈ തസവൂഫിൻ്റെ കിതാബിൻ്റെ ഓതിയാൽ കിട്ടൂല മാരിഫത്ത്. ഇപ്പം നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമോ? അത് നിസ്കരിക്കണ്ടേ? ശറഉല്ലഖായിദ് പിന്നെ അതുമല്ല, അത്
ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹിനെ കുറിച്ച് എന്താ വിശ്വസിക്കേണ്ടത്. അത് പഠിക്കുമ്പോൾ തന്നെ അവലിയും വലിയോ കാവല. എന്തൊരു പോയത്തങ്ങൾ ഈ പറയണത്. എന്നിട്ട് ഉണ്ടാക്കണ എന്താ നിങ്ങള്? എന്നിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം എന്താ? ആലിമീങ്ങൾ അവരാണ് ഇഹ്യാ ചെയ്യുക സുന്നത്തിനെ എന്ന് അവാരിഫുൽ മആരിഫിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ച 2 മണിക്കൂർ പ്രസംഗത്തിലെ ഏറ്റവും അബദ്ധജടിലമായ ഭാഗം, കിതാബ് എടുത്ത് അർത്ഥം വെക്കണ കോലം മുശാവറ അംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണാൻ പോവാണ്. ശരിക്കൊന്ന് നോക്കിക്കോളി. കിതാബിൽ പറഞ്ഞതിൻ്റെ നേരെ എതിരാണ് ഇയാൾ വായിച്ച് അർത്ഥം വെക്കുന്നത്. കിതാബിൽ സൂഫിയാക്കളുടെ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് മഹാൻ പറയാ, വമനില്ലദീ യഖൂമു ബിഇഹ്യാഹി ഹാദിഹി സുന്ന മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു സൂഫി അൽ ആലിമി ബില്ലാഹ്. അല്ലാഹുവിനെ അറിഞ്ഞ സൂഫി അല്ലാത്ത വേറെ ആരാണോ അള്ളാന്റെ റസൂലിനെ അവിടുത്തെ സുന്നത്തിനെ ഹയാത്താക്കാൻ ആർക്കുണ്ട് ധൈര്യം? ആർക്ക് കഴിയും? വമനില്ലദീയകൂം, ആരുണ്ട്? മന്ന് ഇസ്തിഫാമ. ഇയാളെങ്ങനെ വായിക്കണ അറിയങ്ങള്? വമിനല്ലദീയകൂമു വമിനല്ലദീയകൂമു ഔ ബിഇഹ്യാഇ ഹാദിഹി സുന്ന. ഈ സുന്നത്തിനെ ഹയാത്താക്കുന്നവരിലുണ്ട് ഒരുത്തൻ, ഒയ്റു സൂഫി, സൂഫി അല്ലാത്ത ഒരുത്തൻ, അൽ ആലിമു ബില്ലാഹ്, അള്ളാഹനെ അറിഞ്ഞ ആലിമ് ബണ്ട് എന്നായി പറയണത്. നിങ്ങളെ എവിടുന്നായി കിതാബ് പഠിച്ച്? ഞാൻ അറിയാതുകൊണ്ട് ചോദിക്കാം. ഇത് നിങ്ങൾ പുറത്ത് വന്ന് വായിക്കാൻ പാടുണ്ടോ? പുറത്ത് ഒന്നുമില്ല, നിങ്ങൾ ആ ടർക്കിട്ടതൊന്നും മാറ്റണ്ടേ? പെടുകയാണ്, ഭയങ്കര ബമ്പം പെടല. പണ്ട് പേരോട് അർത്ഥം വെച്ച് കുടിയും ഓർമ്മല്ലേ? കാരക്ക, പൗതി കാരക്ക പറഞ്ഞതിന് അർത്ഥം വെച്ച പോലെ അവാരിഫുൽ മആരിഫ് വായിക്കാണ്. നിങ്ങളൊന്ന് കേട്ടോക്ക്. ഈ ചങ്ങാതിമാരെ കൊണ്ട് കുടുങ്ങി. ഇവർ ഈ AP ഉസ്താദിനെ പറയിപ്പിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ? കിതാബ് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി അവിടെ നിന്നിട്ട് ലൊബുത്താക്കി കൊടുത്തിന്. ഏത്? ആരെങ്കിലും മിന്നിന്ന് വായിച്ച് കുടുങ്ങണ്ടെന്ന് എഴുതിയിട്ട് കിതാബ് അടിച്ച ആളുകൾ മന്നിന്ന് ഫത്ത് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ചങ്ങാതി വായിക്കുന്നത് മിന്നിന്നാണ്. ഒന്നാൾ വായിക്കട്ടോ, ഒന്ന് കിതാബ് നോക്കിയിട്ട് നമുക്കൊന്ന് വായിക്കാം. ഇവനൊക്കെ ഒരു തെളിവുണ്ടാക്കി കൊടുക്കുക. ആർക്ക്? ബിസിനസ്മാന് ആലിമുണ്ട് എന്ന് പറയാൻ. വായിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ മഹത്വം അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാം അവാരിഫുൽ മആരിഫ് പറയാണ്. അവാരിഫുൽ മആരിഫ് അത് കേള് പ്രത്യേകം പറഞ്ഞ കിതാബാണല്ലോ, നോക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ വമിനല്ലദീ യകൂമു, നിൽക്കുന്നവരിൽ പെട്ടവരാണ്. ബി ഇഹ്യാഇ ഹാദിഹി സുന്നത്ത്, ഈ സുന്നത്ത്. ഏത് സുന്നത്ത്? സൂഫിയാക്കളെ ഈ സുന്നത്ത്, അതീതല്ല. അതവിടെ ചർച്ച ചെയ്തിട്ട് പറയാം. ഈ സുന്നത്ത് ഇഹ്യാ ചെയ്യൽ കൊണ്ട് നിൽക്കുന്നവരാണ് മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്ന് ഈ സുന്നത്ത് കൊണ്ട് ഇഹ്യാ ചെയ്യുന്നവരിൽ പെട്ടവരാണ്. ഗൈറു സൂഫി, സൂഫി അല്ലാത്ത. സൂഫി സുന്നത്ത് എന്താകുന്നുണ്ട്, ഇഹ്യാ ഉണ്ട്. അപ്പൊ സൂഫി അല്ലാത്ത ഇഹ്യാ ചെയ്യുന്നവരിൽ പെട്ടവരാണ് അൽ ആലിമു ബില്ലാഹ്. ആര്? അല്ലാഹുവിനെ സംബന്ധിച്ച് ഇൽമുള്ള ആള്. അസ്സാഹിദു ഫി ദുനിയ, ദുനിയാവിൽ സുഹുദുള്ള ആള്. അൽ മുതമസ്സിക് മിന തഖ്വ ബി ഔസഖിൽ ഖുറാ, നല്ല പിടിക്കാറ് പിടിച്ച നല്ല തമസ്സുക്ക് ചെയ്ത ആള് തഖ്വയിൽ നിന്ന്. ഇവരും എന്താകും? ഈ സൂഫിയാക്കൾ ചെയ്യണ പണിയൊക്കെ എന്താവും? ചെയ്യും. ഇനി വമനില്ലദി, ഇനി വേറൊരുത്തരും കൂടി ഉണ്ട്. വമനില്ലദി ഒരുത്തരുമാണ്. യഹ്തദി, അവർ സ്വയം എന്താകും? മാർഗം സിദ്ധിക്കും. ഒരു ശേഖുമില്ല. യഹ്തദീന്ന് പറഞ്ഞത് യാസിമ ബാബ്. അവർ സ്വയം എന്താകും? ഹിദായത്ത് സിദ്ധിക്കും. ഏതിലേക്ക്? ഇലാഫി ഫായിദത്തി ഹാദിഹിൽ ആലി. അപ്പം ആലിമീങ്ങളാണ് യഥാർത്ഥ ഉലമാ ആണ്. ഒന്നാമത് പഠിപ്പിക്കാനാണ് ഇപ്പൊ ഇക്കോലത്തിൽ വായിച്ചത്. ഞാൻ ആ കിതാബ് ഞമ്മക്കൊന്ന് വായിച്ചു നോക്കാൻ എടുക്കുക. അവാരിഫുൽ മആരിഫ് ചട്ട വരട്ടെ. ആടാ അവാരിഫുൽ മആരിഫ്. ഇനി അതിൻ്റെ ഇത് കണ്ടോളിട്ടോ. അയാൾ വായിക്കണ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക.
അത് ആ ചുവന്ന വരട്ടതിൻ്റെ നേരെ നോക്കിയാൽ മതി. അവിടെ കണ്ടങ്ങൾ വനില്ലതീയക്കൂമു അവിടെ മാന്നൊരു ഫത്തേന്നിട്ടോടത്തിന് പഹയന്മാർ പോയി പെടണ്ടാന്ന് എഴുതിയിട്ട് അവിടെ സൂഫിയാക്കളെ മഹത്വം ഇങ്ങനെ പറയാണ്. അവരാണ് മശായിഖ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് സുഹ്റവർദിമാൻ പറയും മനില്ലതീയക്കൂമു ആരുണ്ട്, യക്കൂമു നിൽക്കുന്നവർ, മിന്നല്ല മന്ന വായിക്കണ്ടി, ആരുണ്ട് ബി ഇഹ്യാഇ ഹാദിഹി സുന്ന മിൻ സുനനി റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ ഇഹ്യാ ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നവരാരുണ്ട്, വൈറു സൂഫി സൂഫി അല്ലാത്തവർ ആരുണ്ട്. സൂഫി എന്ന് പറഞ്ഞാൽ ആരാ? അൽ ആലിമു ബില്ലാഹ്, അൽ ആലിമി ബില്ലാഹ്, അല്ലാഹുവിനെ അറിഞ്ഞ സൂഫി അല്ലാതെ ആരുണ്ട്. ബൻ തല തിരിച്ചാ വായിക്കണം. ബൻ പറഞ്ഞിട്ട് മിനല്ലദി സൂഫിന്റെ പുറമെ ഹയാത്താക്കുന്നവരിൽ പെട്ടതാണ് അൽ ആലിമു ബില്ലാഹ്. ഈ അൽ ആലിമു ബില്ലാഹ് അതന്നെയാണ് സൂഫി. സൂഫിയുടെ മുത്തറാദിഫാണ്, പര്യായ പദമാണ് ആലിമു ബില്ലാഹ്. അള്ളാനെ അറിയുന്നവർക്ക് തന്നെയല്ലേ സൂഫി അറിയാം. എന്നിട്ട് അങ്ങനെ വിശദീകരിക്കാം സാഹിദി ഫി ദുനിയ, ദുനിയാവിൽ ത്യാഗികളായ ആളുകൾ, അൽ മുതമസ്സികി മിനത് തഖ്വാ ബി ഔസഖിൽ ഉറാ, തഖ്വയുള്ളവർ. ഇതിന്റെ ബാക്കിയാണ് വമനില്ലദി. അവിടെ മന്നെത്തി, അവിടെ മണ്ണ് വായിച്ചു. അവിടെ മണ്ണ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക ആദ്യത്തെ ആ പറഞ്ഞ മണ്ണിന്റെ അവിടേക്ക് അത്തുഫാണത്. അതിന് ബനെന്താ അത്തുഫ്? ബലപ്പം മുഷാവറ കൈകാര്യം ചെയ്യണത് ബലാ. ഞങ്ങൾക്കെതിരെ തീരുമാനം പോയി പണിയൊക്കെ കൈമാരെ. ഒരു കിതാബ് അറക്കത്തിടാതെ വായിക്കാൻ പറ്റാത്ത നിങ്ങളാ മുഷാവറ, നിങ്ങളാ ഞാൻ മശായിഖിനെ പഠിപ്പിക്കുന്നത്. എന്താ അർത്ഥം വെച്ച് കണ്ടോ, ഈ അവസ്ഥയിലേക്ക് സന്മാർഗത്തിലേക്ക് വന്ന ആരുണ്ട്? ഒരു സൂഫി, സൂഫി അല്ലാത്ത ആരുണ്ട്? ഒന്നുമില്ല. ആ ക്വസ്റ്റ്യൻ കണ്ടോ, ചോദ്യചിഹ്നം അതോ നോക്കിക്കൂടെ? കഴിക്കും അറബി അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചിഹ്നം നോക്കിക്കൂടെ? ഏടുതാ കുട്ടി കടന്ന് വരണ്ട്. ഇവത് വായിക്കണ കേന്ദ്ര മുഷാവറയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഉണ്ടാവും? ഇതാ ഞാൻ പറഞ്ഞ നിങ്ങളെ മുഷാവറ എന്ന് പറയുന്നത് ഒരു മര്യാദക്ക് അറബി ഇബാറത്ത് പോലും കൈകാര്യം ചെയ്യാൻ അറിയാത്ത, എന്താ അതിനെക്കുറിച്ച് പറയാം, ആ രൂപത്തിലുള്ള ആളുകളാണ്. ഇപ്പം അങ്ങനെ പറയാം. എങ്ങനെ നിങ്ങൾ ഈ സൂറവർദി ഇമാമിൻ്റെ കിതാബൊക്കെ വായിക്കണേ കൈമാര്? ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം, ഒരു കുന്തും അറിയില്ല. പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ എത്ര മുദരിസുമാരും എത്ര പോലെ ഇയാളെ മുത്താലിമീങ്ങൾ തന്നെ ഉണ്ടാവൂലേ? ഒന്ന് വായിച്ചു നോക്കിയാൽ പോരെ. എന്നിട്ട് എന്തിനാ തെളിവ്? ബിസിനസ്മാന് തെളിവുണ്ടായി കൊടുക്കുക. ആലിമീങ്ങളുണ്ട്. അല്ല ആലിമു ബില്ലാ, സൂഫി അല്ലാത്ത സൂഫിയായ ആലിമു എന്നാണോ പറഞ്ഞ്? എന്നിട്ട് അതാ ഓന് തെളിവുണ്ടാക്കി കൊടുക്കുന്നത്. കിതാബ് തുടരുത് നിങ്ങൾ. 2 മണിക്കൂർ മൊത്തം ഈ ഭാരതമ്മ പോയി. എന്നിട്ട് ഓ എന്നോട് പറയുന്നത് ഉസ്താദുമാരെ കുരുത്തം കിട്ടിയില്ലേ കിതാബ് തിരിയില്ല. തിരിയില്ലല്ലോ. അപ്പം നമ്മൾ കണ്ടില്ലേ, ഇയാദ്യല്ലേ വായിക്കണ്. ഓൻ ജാറ് മജറൂറായിട്ടാ വായിക്കണ്. ഇസ്തിഫാമിയായ മന്നാണ്. ആരുണ്ട് എന്നാ ചോദിക്കണ്. അതല്ലേ മൂപ്പര വിഷയം. സുന്നത്ത് ജമാഅത്തിനെ ഹയാത്താക്കാൻ സൂഫി അല്ലാത്ത ആരുണ്ട്? ഇതാ ചോദ്യം. ഇത് ഞങ്ങളെ ചോദ്യ. സൂഫി അല്ലാത്ത ആരുണ്ട്? ആ ചോദ്യമാണ് മഹാനരായ ഇമാം സുഹ്റവർദി അൽ അവാരിഫുൽ മആരിഫിൽ പറയുന്നത്. എന്നിട്ട് അതിനെ കോട്ടി മാറ്റി ബനെ തിരിഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നിട്ട് എനിക്ക് കിതാബിരിയില്ല. നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ ഏതാനും പയച്ചു പോയി. നിങ്ങൾ വലിയ കിതാബിന്റെ നടുക്കണ്ടല്ലേ? നിങ്ങൾ കിതാബ് തിരിയുന്നില്ല, അങ്ങേറ്റം എത്തിയവരല്ലേ? നിങ്ങൾ മറികടന്നവരല്ലേ? തേങ്ങാ പുണ്ണാക്ക മീസാൻ പോലും നിങ്ങൾ ശരിക്കും ഓതിയില്ല. എന്നിട്ട് എന്നോട് പറയുന്ന കേട്ടോളൂ. വിചാരിച്ചു നോക്കെ ഇവരൊക്കെ എന്താണ് ഓതിപ്പടിച്ചത്? മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ഷെയ്ഖന്മാർ, മഷായിഖന്മാർ, റാസിഹീങ്ങളായ ഉലമാ, തെർബിയത്തിന്റെ ഷെയ്ഖാണ്. ആ സുലൈമാൻ ഉസ്താദ്, കോട്ടൂർ ഉസ്താദ്, മഹാനായ സുൽത്താനുൽ ഉലമാ, ഇവരൊക്കെയാണ് ഇന്നത്തെ റാസിഹീങ്ങളായ ഉലമാ എന്ന് പറയുന്നത്. സുലൈമാൻ ഉസ്താദ് ഈ വിദ്വാന്റെ ഉസ്താദാണ്. ആ ബന്ധം വിട്ടതോടുകൂടി ഇൽമിന് വന്ന മാറ്റം കണ്ടോ? കണ്ടങ്ങള് ഇൽമിന്റെ എല്ലാം വിട്ടുപോയി. എന്നിട്ട് ഓൻ കൊണ്ടുപോയിട്ട് മിനല്ലദീ എന്നാ വായിക്കണം. എങ്ങനെയുണ്ട്? ഞങ്ങൾ സുലൈമാൻ ഉസ്താദിനെ ഇപ്പോഴും ആദരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അത്ര ഗ്യാരണ്ടിയിലാ പറഞ്ഞു. സുലൈമാൻ ഉസ്താദിനെ കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയിപ്പിച്ചു എന്ന് സങ്കല്പിച്ചാൽ പോലും
ഞങ്ങൾ തിരിച്ചു പറയൂല. അതാ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ മശായിഖന്മാരെ നിർദ്ദേശത്തിലല്ലേ നീങ്ങണ്. ഞാൻ ചോദിക്കട്ടെ, ഉസ്താദുമാരെ കുരുത്തക്കേട് തട്ടിയത് കൊണ്ടാണ് കിതാബ് തിരിയാത്തതെങ്കിൽ ആ പറഞ്ഞ് നിങ്ങൾക്ക് വാദകല്ലേ? നിങ്ങളെപ്പോലെ ഉസ്താദ് തല്ല ടീം ഏതാ ഉള്ളത്? നിങ്ങളെ ഉസ്താദ് വരട്ടെ. ഉസ്താദിൻ്റെ ഉസ്താദും എല്ലാമായി നിങ്ങളെക്കുറിച്ച് പറയാൻ ആധികാരികമായി കെൽപ്പുള്ള മഹാനരായ ശംസുൽ ഉലമ. ഞാൻ വൈക്കൊന്ന് നോക്കി നോക്കുക. നമ്മളിപ്പോൾ എങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്തെത്തി? എനിക്ക് വന്ധ്യരായ ഷെയ്ഖുനയെ കാണിച്ചെന്നതാരാ? എന്നോട് പോകാൻ പറഞ്ഞതാരാ? കാന്തപുര അബൂബക്കർ മുസ്ലിയാർ. എൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചതാരാ? സുലൈമാൻ ഉസ്താദ്. ഇനിയിപ്പോൾ എന്താ വേണ്ടി? ഇന്നുള്ള മശായിഖന്മാരെ ഹദറത്തിൽ പോയി കാണിച്ചെന്ന ആളാരാ? APLA ചെറിയ പി ഉസ്താദ്. ഇനി ആരാ വേണ്ടി? നിങ്ങൾ പോയില്ല എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ലായിട്ടല്ല, ഓൽക്ക് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷെ നടന്നത് ഇതല്ലേ? എവിടെ ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നത്? പക്ഷെ നിങ്ങളെക്കുറിച്ച് ഗുരുനാഥൻ പറഞ്ഞത് എന്താ? നിങ്ങളെല്ലാരും ഗുരുനാഥനാണല്ലോ പറഞ്ഞ്. എന്താ പറഞ്ഞ് കേട്ടോളി. യാതൊരു സംശയവുമില്ല, ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഞങ്ങൾ അതിന് അനുവദിക്കുകയില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു രോഗം പറയാൻ ഇവർക്ക് സാധിക്കുകയില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടും ഇല്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറെ 3-4 പുറത്തുപോയി അത് കൂടിയത് കൊണ്ടൊക്കെ ഒരു കാര്യമൊന്നുമില്ല. ഇത് സുന്നിയാവൂല. നിങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ ഗുരുനാഥനാണ്. അതാണ് നിങ്ങൾക്ക് സുഹ്റവർദി ഇമാമിന്റെ കിതാബ് വായിക്കുമ്പോ തല തിരിഞ്ഞത്. സൂഫിയല്ലാത്ത ആരുമില്ല എന്നാ കിതാബിലുള്ള നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണ്. എന്താ ഇപ്പൊ നിങ്ങളെ അവസ്ഥ? അതേപോലെ തന്നെയാണ് എല്ലാ ഇബാറത്തും. പക്ഷെ വായിക്കുമ്പോ ശ്രദ്ധിക്കുക, ഞങ്ങൾ പുറത്തുനിന്നുള്ള ബോധം നല്ലതാണ്. എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എവിടെ നിങ്ങളുള്ളത്? ഇനി അഥവാ സുന്നി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മഴന വരെ നിങ്ങളെ ഗുരുനാഥൻ പറഞ്ഞു പോയി. അതും കൂടി കേട്ടോളി. എറണാകുളത്ത് സമ്മേളനം നടന്നു. എന്ത് സമ്മേളനം? സുന്നി സമ്മേളനം. എന്താ സുന്നി? ആ സുന്നി സമ്മേളനം നടന്നേ ആ സ്ഥലത്ത് നിങ്ങളാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവര് തുണിയൊന്ന് പൊന്തിച്ചു നോക്കിയാൽ സുന്നത്ത് കഴിക്കില്ലാതാണ്. കുന്നമംഗലം പ്രസംഗ സുന്നത്ത് കഴിക്കാത്ത സുന്നി താങ്കളെ കുറിച്ച് പറഞ്ഞ് നല്ല അംഗീകാരമാണ് കിട്ടിയത്. അപ്പൊ കിതാബൊക്കെ പിന്നെ അതൊന്ന് റെഡിയാക്കി ആദ്യം. അവിടുന്ന് തുടങ്ങണം. നിങ്ങൾ ഫസ്റ്റ് മുതലേ കാര്യം അപകടത്തിലാണ്. അവിടുന്ന് തുടങ്ങണം. എന്തുകൊണ്ട് നിങ്ങളെ കുറിച്ചത് പറഞ്ഞു? നിങ്ങൾ ഈ പറഞ്ഞു, ഞാൻ കേൾപ്പിച്ചില്ലേ, മശായിഖ് ഇല്ല, അത് കുട്ടികൾ പിന്നെ ചിരട്ടയിൽ കളിക്കുന്നത് പോലെയാണ്. EK ഉസ്താദിന്റെ വഴി അതാണോ? EK ഉസ്താദിന്റെ വഴി ഏതാ? അവിടുത്തെ മൗലിദിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കണ്ടങ്ങള് അവിടുത്തെ ശൈഖായ ബഹുമാനപ്പെട്ട സഈദ് സിറാജുദ്ദീനുൽ ഖാദിരി അവരെ കുറിച്ച് പറഞ്ഞപ്പോ വസീലത്തുനാ ഇലല്ലാഹ് സഈദ് സിറാജുദ്ദീനുൽ മഖ്ദൂമി, അല്ലാഹുവിലേക്ക് നമ്മളെ ബന്ധിപ്പിച്ച ഘടകം, നമ്മുടെ വസീല, അത് എൻ്റെ ശൈഖാണെന്ന് ശംസുൽ ഉലമ. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പറയാൻ നിങ്ങൾക്ക് ആരാളുള്ളത്? നിങ്ങളല്ലേ അഡ്രസ് ഇല്ലാത്തവർ. ഞങ്ങൾക്കത് പറയാനുണ്ട്. വസീലത്തുനാ ഇലല്ലാഹ് എന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾക്കാരാളുള്ളത്? ആരെങ്ങൾ വസീലാക്കും? സുന്നിയായ ആളാകണ്ടേ? ഗുരുനാഥൻ സുന്നിയല്ല എന്ന് പറഞ്ഞ പോലെ വസീലാക്കാൻ പറ്റുമോ? അപ്പൊ EK ഉസ്താദിന്റെ വഴിയിൽ നിങ്ങളില്ല. 824 എന്ന വാദമടക്കം അത് ശംസുൽ ഉലമയുടെ വാദമല്ല. അത് ശംസുൽ ഉലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. മശായിഖിനോട് തന്നെ സഹവസിക്കണം. മശായിഖിന്റെ പണിയാണ് തസ്കിയത്ത്, ഹൃദയം ശുദ്ധിയാക്കുക എന്നത്. അതിന് കഴിയണമെങ്കിൽ കൽബകത്തുള്ളത് നോക്കിയറിയാൻ പറ്റിയ ആളാകണം. ശംസുൽ ഉലമ തന്നെ പറയട്ടെ. അങ്ങനെ സംസ്കരിക്കുന്നേ, ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നേ ആ പ്രവൃത്തി നിന്നു പോകാൻ പാടില്ല. അത് ഖിയാം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം.
അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും. അതാണ് മഹാന്മാരായ മശായിഖുകൾ ചെയ്യുന്ന പ്രവൃത്തി. ആ മഹത്തുക്കൾ അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയാണത്. അതാണ് ഖുത്ബുൽ അഖ്താം തങ്ങളും മറ്റും പറഞ്ഞില്ലേ. എന്ത് പറഞ്ഞു? കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപ്പകം. പറഞ്ഞില്ലേ, ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് കാണാൻ കഴിയും. അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കുന്നു. ആ പറഞ്ഞതിനാൽ ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തല്ലേ. അത് ഒഴിച്ചുകൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുദ്ധീകരണ റസൂൽ കൊണ്ടുവന്ന ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ. ആ നിലക്കുള്ള മഹത്തുക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, മഹാന്മാരായ മശായിഖുകൾ അവർ നിലവിൽ ഉണ്ടെന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നുണ്ടോ? നീ സമ്മതിക്കുന്നോ? ഇത് അല്ലാഹ് നമുക്ക് ഈ മഹത്തുക്കൾ വേണ്ടി. മശായിഖിന്റെ കാലം കഴിഞ്ഞു, ഇനി ഞങ്ങളാണെന്ന് പറയാൻ കിതാബിൽ ഇബ്രീസ് വായിക്കുക. എത്ര വലിയ അനീതിയായി! ഈ ഇബ്രീസ് എഴുതിയ മഹാൻ ഉമ്മിയുവാണ്. അവരെ സ്വീകരിക്കുന്ന മുരീദിന് കൊടുത്ത നിർദ്ദേശം വായിക്കണു. ഇപ്പം പറയണ ഞങ്ങളാ ഷേഖ്, വേറെ ഷേഖ് വേണ്ടാന്നു. ഈ കെ ഉസ്താദിന്റെ വഴിയിൽ നിങ്ങളില്ല, നിങ്ങൾ സ്വയം മതപ്പതിച്ചു പോയി. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ട് ഓരോ ആലിമീങ്ങൾക്കുള്ള ബഹുമാനമൊക്കെ ഇല്ലാതായി പോയാലും. നമ്മൾ മുഷാവറംഗം പറയാ മൊയ്ലിയമാർക്ക് ഒരു ബഹുമാനം ഇല്ലാതായി. കിതാബിലൊക്കെ പറഞ്ഞത് എന്ത് ബഹുമാനം വേണമെന്നാണ് ആൾ പറയുന്നുണ്ട്. കേട്ടോളൂ, ആലിമീങ്ങൾക്ക് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോളി. എന്നിട്ട് പ്രധാനപ്പെട്ടവർ വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഖാല റളിയല്ലാഹു അൻഹു വലൗ അലിമൽ ആമ്മത്തു, സാധാരണക്കാരായ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഖദറൽ ഉലമായി, ആരുടെ മഹത്വം? ഏതോ നേരത്തെ പറഞ്ഞ അമലത്ത്, മാ തറക്കൂഹും യംശൂന ഫിൽ അർദി, ഈ ആലിമീങ്ങളെ ഭൂമിയിൽ നടക്കാൻ അവർ വിടുമായിരുന്നില്ല. ഭൂമിയിൽ നടക്കാൻ എന്താവൂല, ഓരോ ആലിമീനും കണ്ട ഊരൊക്കെ അങ്ങോട്ട് പോയി ചൂട് പൊന്തിച്ചിട്ട് ചുമലിൽ വെച്ച് കൊണ്ടുപോകും. നടക്കാൻ സമ്മതിക്കൂല. മൊയ്ലിയർപ്പാപ്പ നടക്കണ്ടാറ്, ഞങ്ങളെന്തായിക്കോളാം, ഉണ്ടായിക്കോളാം. വല തനാവബ അഹ്ലു കുല്ലിൻ, എല്ലാ ഓരോരുത്തരും ഊയം പാർക്കുമായിരുന്നു. ഹൗമത്തൽ ആലിമില്ലതി ഫീ, അവരുടെ ആലിമിനെ ഊരക്ക് പിടിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങള് മനസ്സിലാക്കണേ, ഇവരെ ആലിമീങ്ങൾ അറിഞ്ഞാൽ എന്താ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ ഓല വില അറിഞ്ഞാൽ ഓല നടക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. ഖലീൽ തങ്ങളും പേരോടൊക്കെ വരികയാണ്, ഇങ്ങോട്ട് പിടിച്ചിട്ട് തോളിലാണ്ടിടുന്ന. നടക്കാൻ സമ്മതിക്കൂല. ഞങ്ങൾ പൊന്മുളൊക്കെ വന്ന എന്തായാലും പിടിച്ചിങ്ങനെ ഇട്ടിട്ട് ഊരൊക്കെ ഇങ്ങോട്ട് പിടിക്കുന്നതാണ്. പിടിച്ചിട്ട് പണി വേറുണ്ട്, അപ്പം പറഞ്ഞില്ല. എന്താ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയത്? വ്യാജ ആലിമീങ്ങളായി കള്ള ശരീഅത്തും പറഞ്ഞ് പരിശുദ്ധ ദീനിനെ നാശമാക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ശാപം നിങ്ങളെ ഏറ്റി നടക്കേ. എന്താ നിങ്ങൾ ഈ വായിക്കണത്? നിങ്ങൾ കാറിലൊന്നും പോയാൽ പോലെ തോളത്ത് കിടന്ന് പോണല്ലേ. തോളത്ത് കെടുത്താൻ പറ്റിയ സാധനങ്ങളും ആ തോള എത്ര എണ്ണം കഴിക്കേണ്ടി വരും? എന്താണ് നിങ്ങൾ ഈ പഠിപ്പിക്കുന്നത്? ബിസിനസ്മാനും ഈ നിയൽവാദിയും അത് ഈ നൂറ്റാണ്ടിൻ്റെ ശാപമാണ്, ഈ കാലഘട്ടത്തിൻ്റെ ശാപമാണ്. അതിനാരും തോളിടും? ആലിമീങ്ങൾ എന്ന് പറഞ്ഞാലോ അത് ഉലമാ ബില്ലയാണ്. അള്ളാഹുവിനെ അറിഞ്ഞ ആലിമീങ്ങൾ, അവരെ ഖദർ ആളുകൾ അറിഞ്ഞാൽ അവരത്രയും മതവിൽ കൊണ്ടു നടക്കും. അതാ കൊണ്ട് നടന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞില്ലേ, ഈ താടിരോമങ്ങൾക്കിടയിലുള്ള സിർ ഒരാൾ അറിഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും അയാൾ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയഞ്ഞ് വരും. അത്രയും വലുതുപെടണ്ട്, ഇനി മുതൽ വേണം. ഇനി അതിലേക്ക് ചേർക്കപ്പെടാമാരെ ഈ കെ ഉസ്താദിനെ പോലെ മശായിഖെല്ലാം കൊടുത്ത അൽ ഉലമായിൽപ്പെട്ട ആളുകളെ. അവിടേക്ക് എങ്ങനെയാണോ ഈ വ്യാജന്മാർ വരിക? നിങ്ങളെ കണ്ടാൽ ഊരക്ക് പിടിച്ച് ഒരു വലിച്ചെറിയാന്നല്ലാതെ ഏടെ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റും? നിങ്ങൾക്ക് വിലയില്ലാത്ത നിങ്ങൾ തന്നെ ഇല്ലാതാക്കിയതാ. ഉലമായിൻ്റെ വഴിയിലല്ല നിങ്ങളുള്ളത്. പണ്ടൊരു ഉസ്താദിലെ പോകുമ്പോൾ ആളുകൾ ആദരിക്കുമല്ലോ അല്ലേ? പെണ്ണുങ്ങളൊക്കെയാണെങ്കിൽ ഒരു കുടയൊക്കെ പിടിച്ച്, ഇപ്പോൾ പെണ്ണുങ്ങളുള്ള കുട മാറ്റാം.
ഇതല്ലേ വരേണ്ടത്. എന്താ ഇപ്പം നിങ്ങളെ മദ്രസ സ്കൂളിലൊക്കെ നടക്കണത്? എന്താ നോളേജ് സിറ്റിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കണത്? ഞാൻ പറയണോ അതൊക്കെ? വാരിസും വാരിസത്തൊക്കെ ആയിട്ട് സിനിമ കാണാൻ പാടില്ല നിങ്ങൾ പറയും. കാണാത്ത മൊയിലേതാ? ആരങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് തന്നെ വല്ലതുണ്ടോ? പറയുങ്ങൾ മശായിഖിൻ്റെ ശരീഅത്തൊക്കെ പിന്നൊക്കെ നിങ്ങൾ പേടുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് നിങ്ങളെ തോളിലേറ്റി നടക്കണമെന്നോ? നിങ്ങളാദ്യം ഉലമാ ആയി, മശായിഖിൻ്റെ കൂടെ വന്ന് അൽ ഉലമാഉ ബില്ലയുടെ സുഹബത്തിലായി ആദ്യം. മനസ്സിലായില്ലേ? നിങ്ങൾ മരിച്ചാൽ തന്നെ മയ്യത്തും കെട്ടിൽ കൊണ്ടുപോകണമെന്നുള്ള ബേജാറുള്ള ആൾക്കാരുള്ളത്. എവിടുക്കായി ഇത് പോണ്? അപ്പം അതിനൊന്നും വിഷമിച്ചിട്ട് നിങ്ങൾ നാശാക്കിയതാ. ഒരൊറ്റ ഒന്നിനും നിങ്ങളെ വിശ്വാസമല്ല. നിങ്ങളെ പാർട്ടി തന്നെ ഉള്ളവർക്ക് നിങ്ങളെ വിശ്വാസമില്ല. പരസ്പരം വിശ്വാസമുള്ള ഏത് ഏപ്പിക്കാരൻ നേതാക്കന്മാരാണ്? ഒന്നിനൊന്നിനെ കണ്ടുകൂടല്ലോ. ഒന്നിനൊന്നിനെ അതല്ലേ നേതാവ് പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത അനുയായികളായത്.